അപ്പോൾ നമ്മളൊരു മെയിൻ ജംഗ്ഷനിൽ റോഡിൽ നിന്നിട്ട് വലത്തേക്ക് തിരിയാൻ നോക്കുമ്പോൾ ഇവിടെ അത് ഹെഡ്ലൈറ്റിനകത്ത് ഇൻഡിക്കേറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് ഈ വണ്ടി സാമ്പിൾ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഹെഡ്ലൈറ്റ് രണ്ടാണ്, സെപ്പറേറ്റ് ആണ് ഇൻഡിക്കേറ്റർ. കണ്ട ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ പെട്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ, കണ്ടില്ലേ, ഹെഡ്ലൈറ്റ് അങ്ങനെ ഇട്ടാലും നമുക്ക് ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും രണ്ടായിട്ടിരിക്കുന്നുണ്ട്. നമുക്കത് കുഴപ്പമില്ല, ദൂരെ നിന്നാലും രാത്രിയിലും പകലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. എന്നാൽ ഹെഡ്ലൈറ്റിനോടൊപ്പം തന്നെ നമുക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ വരും. അത് കാണിച്ചാൽ ഇതിപ്പോൾ പകലെടുക്കുന്നത്, രാത്രി വരെ നമ്മൾ വാഹനങ്ങൾ വലതുവശത്തേക്ക് തിരിയാൻ വേണ്ടി മെയിൻ റോഡിൽ നിന്ന് തിരിയാനൊക്കെ നമ്മൾ ഉപയോഗിക്കത്തില്ല വണ്ടികൾ. ആ സമയത്ത് നമ്മുടെ ഹെഡ്ലൈറ്റിനോട് ചേർന്നുള്ള ഇത്തരം ഇൻഡിക്കേറ്ററുകളുണ്ട്. ഓക്കെ, അത് നമ്മൾ ഇതിനോടൊപ്പം പ്രകാശിപ്പിച്ച് കഴിഞ്ഞാൽ ദൂരെ വരുന്ന വാഹനങ്ങൾക്ക്, എതിരെ വരുന്ന വാഹനങ്ങൾക്ക് നമ്മൾ തിരിയാൻ നിൽക്കുകയാണെന്ന് അറിയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ഇൻഡിക്കേറ്റർ ഓൺ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വാഹനങ്ങൾ കാണാൻ പറ്റുകയും നമുക്ക് വഴി കിട്ടുകയും ചെയ്യും. കണ്ടോ, ഇൻഡിക്കേറ്ററിൻ്റെ കൂട്ടുമ്പോൾ നമ്മളിപ്പോൾ പകലാണെങ്കിൽ അത്യാവശ്യം കാണാൻ പറ്റും. പക്ഷേ രാത്രിയിലാണെങ്കിൽ ഈ ഹെഡ്ലൈറ്റിനോടൊപ്പം കിടക്കുമ്പോൾ ലൈറ്റ് കാണാൻ പാടായിരിക്കും കേട്ടോ.